ഇപ്പൊ തൽക്കാലം ശമ്പളം വർദ്ധിപ്പിക്കാനല്ല ഞാൻ പറയുന്നൊരു വിഷയം. നമ്മൾ വിഷയങ്ങൾ ഉൾക്കൊള്ളുക, വിഷയങ്ങൾ പഠിക്കുക, എന്നിട്ട് അവിടത്തേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. അതാണല്ലോ നമ്മുടെ ബാധ്യത. പ്രവർത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ്. വിജയിപ്പിക്കേണ്ടവൻ ആരാണ്? അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ ഒരു മഹല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വരിസംഖ്യ പിരിക്കല്, അല്ലെങ്കിൽ ഒരു ഉസ്താദിനെ നിർത്തൽ, പിരിച്ചുകൂടി, ഇതിനൊന്നും ആരുടെ ആവശ്യമില്ല. ഒരു കമ്മിറ്റിയുടെ ആവശ്യം ഉണ്ടോ? അതിന് രണ്ടാളുണ്ടായ സംഗതി എന്താവും? വരിസംഖ്യ പിരിക്കാൻ ഒരു റിസീവറും അതിനെ കണക്ക് എഴുതാൻ വേറൊരാൾ, രണ്ടാളുണ്ടായ സംഗതി എന്താവും? വിഷയം നടക്കും. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ ഒരു മഹല്ല് എന്ന് പറയുന്നത്. ഒരു ഭരണകൂടമാണ്. സാധാ ഭരണകൂടമല്ല, ഒരു ഇസ്ലാമിക ഭരണകൂടം. ഒരു ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയുമ്പോൾ തന്റെ പ്രദേശത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യന്റെ A to Z വിഷയങ്ങളിൽ ശക്തമായി ഇടപെട്ട് ഇസ്ലാമിക നിയന്ത്രണം കൊണ്ടുവന്ന് അവനെ ഒറിജിനാലിറ്റിയുള്ളൊരു മുസ്ലിമായി അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ ഒരുപാട് മഹല്ല് ഭാരവാഹികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മഹല്ലത്തിലുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ അവരുടെ കുടുംബപരമായ വിഷയമാകട്ടെ, പേഴ്സണൽ വിഷയമാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങളാകട്ടെ, ഇടപെടുന്നു എന്ന് അവകാശപ്പെടാൻ പറ്റിയ എത്ര മഹല്ലിന്റെ ഭാരവാഹികൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? ഞാൻ കൈ പൊക്കാൻ പറയുന്നില്ല, കാരണം ചിലപ്പോൾ ആൻസർ 0 എന്നാകാം. ഒരു മുസ്ലിം, ആ പ്രദേശത്തുള്ള മുസ്ലിമിന്റെ മുഴു വിഷയങ്ങളുടെയും പ്രാതിനിധ്യം അരുളാൻ ബാധ്യസ്ഥനാണ് ആര്? ആ പ്രദേശത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കാതെ പോയാൽ അതിന്റെ മസ്കൂലിയത്ത് കമ്മിറ്റിക്കാരുടെ കയ്യിലാണ്. ആ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മദ്യപാനിയായി മാറിപ്പോയാൽ അതിനാഹൃത്തിൽ മറുപടി പറയേണ്ടത് ആ പള്ളിയിലുള്ള ഉസ്താദും കമ്മിറ്റിക്കാരുമാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അനാശാസ പ്രവണതകളിലേക്ക് പോയാൽ ആ വിഷയത്തിന് നാളെ ആഖിറത്തിൽ മറുപടി പറയേണ്ടവൾ ആ പള്ളിയിലുള്ള ഖാദിയാണ്, മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഭാരവാഹികളാണ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട മഹല്ല് ഭാരവാഹികളോട്, എന്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആ ഒരു മാനദണ്ഡം വെച്ച് ചിന്തിച്ചാൽ നാളെ ആഖിറത്തിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മുസ്ലിമിന്റെ വിഷയത്തിൽ എന്ന് മാത്രമല്ല, ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും വിഷയത്തിൽ ഇടപെടാൻ ബാധ്യസ്ഥനാണ് ആര്? ഒരു മുസ്ലിം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം മുസ്ലിമിന് വേണ്ടി മാത്രം ഉപകരിക്കേണ്ടുന്ന പ്രസ്ഥാനമല്ല. ഇസ്ലാമിന്റെ മൂല്യം, ധർമ്മം ലോകത്തിന് മുഴുവനും ലഭ്യമാകേണ്ടിയിരിക്കുന്ന ഒരു അവകാശമാണ്. അവരെ കാണേണ്ടുന്ന രൂപത്തിൽ കാണാൻ, അവർക്ക് ചെയ്യേണ്ടുന്ന രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് സത്യത്തിൽ ആര്? ഒരു യഥാർത്ഥ മുസ്ലിം. അപ്പോൾ ഒരു നാട്ടിലുണ്ടാകുന്ന ഇസ്ലാമിക പിന്നോക്കാവസ്ഥയുടെ മസ്കൂലിയത്ത് അത് ആരുടെ കയ്യിലാണ്? അത് മഹല്ല് കമ്മിറ്റിയുടെ കയ്യിലാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ നിലനിന്നൊരു സംവിധാനം എന്താണ്? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദർസിൽ പോകുന്ന സമയത്ത് ആ ദർസ് നടക്കുന്ന പള്ളി മഹല്ല്, ആ മഹല്ലത്തിലെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ഞങ്ങളുടെ ഉസ്താദായിരുന്നു. എല്ലാ കാലവും കമ്മിറ്റിയുടെ ഔദ്യോഗിക ഭാരവാഹികളുടെ കൂട്ടത്തിൽ ഒരാൾ ആരായിരിക്കും? പള്ളിയിലുള്ള ഉസ്താദായിരിക്കും. എല്ലാ മീറ്റിംഗിനും ഉസ്താദിനെ അവർ പങ്കെടുപ്പിക്കും. എന്നിട്ട് എന്ത് തീരുമാനം എടുക്കുമ്പോൾ അവർ ആരോട് ചോദിച്ചിട്ടേ തീരുമാനിക്കുള്ളൂ? ഉസ്താദിനോട് ചോദിച്ചിട്ടേ. ഇന്ന് നേരെ പള്ളിയിൽ ഉസ്താദിനെ കമ്മിറ്റി യോഗത്തിൽ വിളിക്കണമെന്ന് പറയുമ്പോൾ നമ്മളെ അർത്ഥം എന്താ? അയാൾ നമ്മുടെ സ്റ്റാഫാണ്, അദ്ദേഹം നമ്മുടെ ജീവനക്കാരൻ, അയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടവരാണ് നമ്മൾ. പിന്നെ അങ്ങനത്തെ ആളെ എങ്ങനെ നമ്മൾ കമ്മിറ്റി യോഗത്തിലേക്ക് വിളിക്കാം? ചിന്തന്റെ മാറ്റം നോക്കണം. പണ്ടത്തെ ചിന്ത എന്താണ്? നമ്മുടെ ഉസ്താദ്, അദ്ദേഹമാണ് നമ്മുടെ ഭരണാധികാരി. ആ ഭരണാധികാരി പറയുന്നത് പോലെയാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ആ കാര്യങ്ങൾ മുശാവറ ചെയ്യാൻ എല്ലാ മീറ്റിംഗിലും ഉസ്താദന്മാരുടെ പ്രാതിനിധ്യം. ഇന്ന് നമ്മുടെ മൂല്യച്ചോർച്ച എവിടെ എത്തി ചോദിച്ചാൽ, പള്ളിയിലുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്നത് അവര് ജീവനക്കാരും, നാം സാധാരണക്കാർ അവരെ ഭരിക്കുന്നവരും. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കുക എന്നിടത്തേക്ക് ആരെത്തി? നമ്മുടെ ആശയം എത്തി. ഇത് വിജയത്തിന്റെ ലക്ഷണമാണോ പരാജയത്തിന്റെ ലക്ഷണമാണോ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഉയർച്ച ഇൽമാണ്. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും.
ഇൻഷാ അല്ലാഹ് ഉച്ചയ്ക്ക് ശേഷം വന്യരായ മൗലാന എം എ ഉസ്താദിന്റെ ആദരിക്കൽ ചടങ്ങിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ ഒരു മഹല്ല് സംവിധാനം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്. ഒരു നാട്ടിൽ ഒരുത്തൻ കല്യാണം കഴിച്ചു, ഒരു പെണ്ണിനെ നിക്കാഹ് ചെയ്തു, അവരുടെ വിവാഹബന്ധം തകർച്ചയിലേക്ക് എത്തി. ഇന്ന് ഇടപെടുന്നത് ആരാണ്? കോടതി, അല്ലേ? ഇന്ന് ഇടപെടുന്ന ആരാണ്? കോടതി. കോടതിയുടെ വരാന്തയിൽ ചെന്നാൽ മുസ്ലിം ചെറുപ്പക്കാരികളുടെ നീണ്ട ക്യൂ ഇങ്ങനെ കാണാം. ഭർത്തൃ പീഡനത്തിന്റെ, അല്ലെ ഭർത്തൃ കുടുംബത്തിന്റെ പീഡനത്തിന്റെ, അല്ലെങ്കിൽ തലാഖിന്റെ ഏറ്റവും വലിയ സങ്കടത്തിന്റെ പരാതികളുമായിട്ട് കോടതിയുടെ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആരാണ്? മുസ്ലിം ചെറുപ്പക്കാരികൾ. ഞാൻ ചോദിക്കട്ടെ, മഹല്ല് ഭാരവാഹിക്ക് ഞാൻ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിലുള്ള ഭരണാധിപനാണ് എന്ന ബോധമുണ്ടെങ്കിൽ ഈ വിഷയം കോടതിയിലേക്ക് എത്തുവോ? അല്ല, എത്തില്ലേ? ഒരിക്കലും എത്തില്ല. ഒരു പ്രദേശത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ വിഷയങ്ങളിലും ഇടപെടാൻ ആർക്ക് സാധിക്കണം? നമുക്ക് സാധിക്കണം. ഞാൻ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ പറയട്ടെ, ഫഖ്ർ പറയുന്നില്ല, വിനീതനായ ഞാൻ ഉൾക്കൊള്ളുന്ന എന്റെ മഹല്ല് കമ്മിറ്റി ഇത്രകാല ചരിത്രത്തിനുള്ളിൽ ഒരൊറ്റ ഒരു കേസ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ കോടതിയിലെത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് വരെ. നാളത്തത് അള്ളാഹു ഇസ്സത്ത് തരട്ടെ. ഇന്ന് വരെ. ഇനി അഥവാ ബൈ ചാൻസ് നമ്മൾ അറിയാതെ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നേരെ പിറ്റേന്ന് കോംപ്രമൈസ് മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ നടന്നിട്ട് റിപ്പോർട്ട് കോടതിക്ക് കൈമാറുന്ന സാഹചര്യമാണ് എവിടെ ഉള്ളത്. അതെന്തുകൊണ്ടാ? എന്റെ നാട്ടിലൊരു പാരമ്പര്യം. എന്റെ നാട്ടിലുള്ള ഏകദേശം 2-3 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം, ആ നാട്ടിന്റെ നേതൃത്വം ഉലമാഇന്റെ കൈ. എല്ലാ ഗ്രൂപ്പും ഉണ്ട്, എല്ലാ സംഘടനയും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാ മുസീബത്തുണ്ട്. മണ്ടലി മുറിച്ച പോലത്തെ നാടാണ്, ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, മഹല്ല് സംവിധാനത്തിലേക്ക് എത്തിയാൽ നിൽക്കവിടെ എന്ന് പറഞ്ഞാൽ നിൽക്കും, ഇരിക്കവിടെ എന്ന് പറഞ്ഞാൽ ഇരിക്കും. എന്താ കാരണം? ഞാൻ സജീവ എസ്കാരനാണ്, പക്ഷെ എന്റെ നാട്ടിൽ എന്റെ സംഘടന അല്ലാത്തവരാണ് കൂടുതലുള്ളത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളിയാഴ്ച ജുമയ്ക്ക് എഴുന്നേറ്റ് നിന്നിട്ട് ഇരിക്കണം പോകരുത് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കുട്ടിയാണ് കൂല. കാരണം എന്താണ്? ആ മഹല്ലത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന വിഷയത്തിൽ ആര് ബോധവാന്മാരാണ്? മഹല്ല് നിവാസികൾ. അതിപ്പോ എത്ര കാലം നിലനിൽക്കുന്നുള്ള അല്ലാഹു അലത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇന്നും അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെന്ത് വേണം? പണ്ഡിതന്മാർ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് എന്തെങ്കിലും അഞ്ഞം മുഞ്ഞം ന്യായം പറഞ്ഞ് മാറി നിൽക്കാതെ ശാസ്ത്രീയമായി ഇടപെടാൻ ആര് തയ്യാറാകണം? പണ്ഡിതന്മാർ തയ്യാറാകണം. ചിലപ്പോ കമ്മിറ്റിയിലൊക്കെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുമ്പോഴത്തേക്ക്, ഇന്ന് പണ്ടത്തെ കാലത്തെ തെരഞ്ഞെടുപ്പ് പോലെയല്ലോ ഇപ്പോഴത്തെ മഹല്ല് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ്, ആണോ? അല്ല. പണ്ട് പള്ളി കമ്മിറ്റിയുടെ പിന്നെ അതിന്റെ ഹിദ്മത്തൊക്കെ കൈയാളം വരുന്ന ആളാരാണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലേ? പഴയ കാലത്ത് ഒരാളെ പള്ളി കമ്മിറ്റിയിലേക്ക് പ്രസിഡന്റായി സെലക്ട് ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അംഗീകരിക്കുന്ന മാനദണ്ഡാന്ന് അയാൾ നല്ല ഒറിജിനാലിറ്റിയുള്ള ഒരു സുന്നിയാണോ എന്ന് ആദ്യം നോക്കും. രണ്ടാമത്തത് ആഖിറും പേടിക്കുന്ന ഒരു മനുഷ്യനാണോ എന്നും കൂടി നോക്കും. അങ്ങനത്തെ ആളെ ഏടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ പഴയ കാലത്ത് പള്ളിക്കോലായിലേക്ക് ഒരു സാധാരണക്കാരനായ മുസ്ലിം കയറി ചെല്ലുമ്പോ ഉസ്താദ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടാവും, പള്ളി കമ്മിറ്റി പ്രസിഡന്റ് വേറൊരു ഭാഗത്ത് നിൽക്കുന്നതാണ്. പക്ഷെ കാണുന്ന ആളെ കാഴ്ചയിൽ ഏറ്റവും വലിയ ഉസ്താദ് ആരായിട്ടാണ് തോന്നുന്നത്? പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആയിട്ടാണ്. കാരണം ഓറാ നല്ല ഹൈവാൻ, നല്ല തടിയും പണ്ടുള്ള ഗെറ്റപ്പുള്ള ഒരു ശരീരം, നല്ല നമ്മളെ പഴയ മൂല്യന്മാരുടെ ചുറ്റുകുപ്പായം, നല്ലൊരു തൊപ്പി, ഒരു നല്ലൊരു താടി, മൂപ്പരെപ്പോഴും പള്ളിയിൽ ജമാഅത്തിൽ ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. ഇപ്പൊ ഒരാൾ പള്ളി കമ്മിറ്റിയിലേക്ക് വന്ന മൂപ്പരുടെ പണി എന്താ? ഞാൻ ജാമിയ സഅദിയിൽ നിന്ന് ബിരുദം എടുത്തിട്ട് പുറത്തിറങ്ങിയ ആദ്യത്തെ കൊല്ലം ഞാൻ ഫസ്റ്റിൽ ജോലി ചെയ്തത് മട്ടന്നൂർ ടൗൺ ജുമാഅത്ത് പള്ളിയിലാണ്. അങ്ങനെ ഞാനൊരു ദിവസം അവിടെ ഇങ്ങനെ മഹല്ല് സംവിധാനവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇങ്ങനെ നടന്നപ്പോൾ തൊട്ടടുത്തുള്ള മഹല്ലിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, സഅദി നിന്റെ നാട്ടിലുള്ള സെക്രട്ടറി തന്നെ ഭയങ്കര ആളാണെന്ന്. ഞാൻ എന്ത് ചോദിച്ചു? മൂപ്പർക്ക് അല്ലാഹു തആല കൊടുത്ത ഏറ്റവും വലിയൊരു ഹല്ല് എന്താന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നത് വരെ പള്ളിന്റെ മുറ്റത്തുണ്ടാവും, കൊടുക്കുന്ന കേട്ടാ മൂപ്പര് റോട്ടുകളിൽ ഉണ്ടാവില്ല. അപ്പൊ മൂപ്പര് പെട്ടെന്ന് ഉസ്താദ് ഒന്നാണെങ്കിൽ ഇപ്പൊ ഒന്ന് ടൗണിൽ പോകാനുണ്ട്, മൂപ്പരോട്ട് തരിസലാമത്താക്കണം. കാല് വെച്ച് കുത്തിയാലും മൂപ്പര് എങ്ങോട്ട് പോവില്ല, പടിഞ്ഞാറോട്ട് വീഴൂല. അത്രക്ക് പടിഞ്ഞാറിനോട് വെറുപ്പാ. അമേരിക്കനോടുള്ള വെറുപ്പല്ല, നമ്മളെ പടിഞ്ഞാറ് കഅബായി പോയതുകൊണ്ടുള്ള. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന മഹല്ല് കമ്മിറ്റിയുടെ അവസ്ഥ എന്താണ്?
മഹല്ല് കമ്മിറ്റിയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏത് മാനദണ്ഡമാണ് അംഗീകരിക്കുന്നത്? ഖുർആൻ പറഞ്ഞു അല്ലാഹുവിന്റെ പള്ളി. ആ പള്ളിയെ ഭരിക്കുക എന്നതല്ല ഖുർആൻ ഉപയോഗിച്ച പദം, ഇമാറത്ത് എന്നതാണ്. ഇന്നമാ യഅ്മുറു. പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രദ്ധിക്കണം, സെക്രട്ടറിമാർ ശ്രദ്ധിക്കണം, ഖജാൻജിമാർ ശ്രദ്ധിക്കണം, കമ്മിറ്റി മെമ്പർമാർ ശ്രദ്ധിക്കണം, പള്ളിയിലുള്ള ഖത്തീബുമാർ ശ്രദ്ധിക്കണം. നാം അള്ളാഹുവിന്റെ വീട് ഭരിക്കുന്നവരല്ല, അള്ളാഹുവിന്റെ വീടിന് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹു യജമാനനാണ്. യജമാനനായ റബ്ബിന്റെ ഭവനമാണ് പള്ളി. ആ ഭവനമാകുന്ന പള്ളിയെ ഒരടിമക്ക് എങ്ങനെയാണ് ഭരിക്കാൻ അധികാരം? ഒരിക്കലും ഇല്ല. യജമാനന്റെ വീട് ഭരിക്കാൻ ഒരടിമക്കൊരിക്കലും അവകാശമില്ല. അടിമയുടെ അവകാശം യജമാനന്റെ വീടിനെ പരിപാലിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ ഉപയോഗിച്ച പദം ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളികളെ പരിപാലിക്കുന്നവർ ഖാദിമീങ്ങളാണ്. ഇനി നമ്മളെ അവസ്ഥ എന്താ? ആകെ പള്ളി കമ്മിറ്റി പ്രസിഡന്റോ അല്ലെ സെക്രട്ടറി കമ്മിറ്റി മെമ്പറോ പള്ളിയിൽ പോകലൊരു വെള്ളിയാഴ്ച. നിക്കരിക്കാത്തോണ്ടല്ല, ഇന്നത്തെ കാലത്തിന് നിൽക്കാനത്തിനൊക്കെ എല്ലാവരും ഉഷാറാണ്. ജോലി ആവശ്യാർത്ഥം ചിലപ്പോൾ മറ്റു പതിവും പുറത്തൊക്കെ ഉണ്ടാകാം. എന്നാ പള്ളി കയറി ചെന്നപാട് അന്നത്തെ നമ്മുടെ പണി എന്താ? വേഗം പോയിട്ട് ഈറ്റിക്കാപ്പിരിക്കുക, എന്നിട്ട് ഖുർആൻ ഓതുക, കൽക്ക് പോതുക, സലാത്തിലൊന്നല്ല. മൂപ്പർ ആദ്യം കയറി ചെല്ലുന്ന പള്ളിയിൽ കാർപ്പറ്റൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോഴാണ് പള്ളിക്കാട്ടം. മൂപ്പരാട് വെച്ച് ആരോ പറഞ്ഞിട്ട് ആ പള്ളിക്കാട്ടം ഇങ്ങനെ കണ്ടിട്ട് വല്ല കളറില്ലാത്തോണ്ട് നിൽക്കട്ടെ അവിടെ കരിക്കാട്ടോ. ഇവിടെ മുക്രിയില്ലേ? എവിടെയാ മുക്രി? എന്തിനാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നത്? വരട്ടെ അയാൾ വന്നിട്ട് പോരിയാ മതി. എത്ര മണിക്കൂർ? 1 മണിക്കൂർ. ആര് വരാൻ കാത്തുത്തിരുന്നു? മുക്രിയെ. ആ പാവം മുക്രി ശമ്പളം ഹലാലാകണ്ടേ? ഏതായാലും അത് കോരിച്ചാടി. ഈ കമ്മിറ്റിക്കാരെ കുറെ ചീറ്റിയും കിട്ടും. മുക്രി സലാമത്തായി. പക്ഷെ ഈ കണ്ട കമ്മിറ്റിക്കാരൻ ഹലാക്കിലായി. എന്താ കാരണോ? അല്ലാഹുവിന്റെ മഹത്തായ ഭവനമാകുന്ന പള്ളി. ആ പള്ളി നിന്റെ കണ്ണിൽ നീ കണ്ട ഒരു നെജസ്, നിന്റെ ഭരണത്തിന്റെ ആധിപത്യത്തിന്റെ ശബ്ദം വെച്ചിട്ട് 1 മണിക്കൂർ നേരം റബ്ബിന്റെ പള്ളിയിൽ നജസ് വെച്ച് കുത്തിരുന്നതിന്റെ ഏറ്റവും വലിയ ശിക്ഷ ആരേറ്റുവാങ്ങേണ്ടി വരും? നീ ഏറ്റുവാങ്ങേണ്ടി വരും കേട്ടോ. അള്ളാനെ പേടിക്കുന്ന ഒരു ഭരണാധികാരിയാണ് എന്താ ചെയ്യാം? കണ്ട ഉടൻ വേഗം അത് കോരി വൃത്തിയാക്കി. മുക്രി വന്നാൽ നല്ല സുധാരിച്ചൊരു മുക്രിക്ക ഒരു വെള്ളിയാഴ്ചയെങ്കിലും പള്ളിയിൽ നിന്ന് വൃത്തിയാക്കണേ. ഒരുപാട് പള്ളിക്കാട്ടം കണ്ടു, അത് ഞാൻ കോരി വൃത്തിയാക്കിയിട്ടുണ്ട്, അടുത്ത ആഴ്ച പോയി ശ്രദ്ധിക്കണേ. മുക്രിക്കാർക്ക് നന്നാനും ചാൻസായി, കമ്മിറ്റി പ്രസിഡന്റിന് സ്വർഗം കിട്ടാനും കാരണമായി. ഈ രീതിയിൽ ഒരാൾക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ ഈമാൻ സ്വഹീഹായവനാകണം, അവൻ ആഖിറത്തിനെ പേടിക്കുന്നവനാകണം. ഒരു മഹല്ല് കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പരമ്പരാഗതമായി കൈമാറി വന്ന ഇസ്ലാമിക വിശ്വാസത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തലാണ്. പാരമ്പര്യ ഇസ്ലാം ആ നാട്ടിൽ നിലനിർത്തലാണ്. കാരണം നമ്മുടെ പള്ളി ഉണ്ടാക്കിയത് നമ്മുടെ പൂർവികന്മാരാണ്. ആ പൂർവികന്മാർ അംഗീകരിച്ച വിശ്വാസം, അതനുസരിച്ചുള്ള ഇബാദത്തിനാണ് ഈ പള്ളി. ആ പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് വരുന്നവൻ ഓരോ മഹല്ല് ഭാരവാഹിയുടെയും നിർബന്ധ തീരുമാനം എന്താകണമെന്നറിയോ? ആ കഴിഞ്ഞുപോയ പൂർവീകന്മാരെ തള്ളിപ്പറയുന്നവൻ, ആ പഴയകാല വിശ്വാസം തെറ്റാണ് എന്ന് പറയുന്നവൻ, അവൻ എത്ര വലിയ പറവറക്കുന്ന കോടീശ്വരനായാലും തിരക്കേടില്ല, മാറി നിൽക്കടോ എന്ന് പറയാൻ അവിടത്തെ ദരിദ്രന്മാരായ മുസ്ലിമീങ്ങൾക്ക് തന്റെ ഇടമുണ്ടാകണം. ഇന്ന് പള്ളി കമ്മിറ്റിയുടെ അവസ്ഥ എന്താ? ഉള്ള അണ്ടനും അടകോടനും എല്ലാ സാധനവും ഏടാ കമ്മിറ്റിയിലല്ലേ? അവർക്ക് സുന്നത്തെ ജമാഅത്ത് വിഷയമല്ല. ഖുർആൻ ആദ്യം തന്നെ പള്ളിയുടെ ഇമാറത്തിൽ വെച്ച ഒരു കണ്ടീഷൻ എന്താണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. തൗഹീദിന്റെ സ്വീകാര്യതയാണ് ഒരു മനുഷ്യൻ പള്ളി കമ്മിറ്റിയിലേക്ക് കടന്നു വരുന്നതിന്റെ മാനദണ്ഡമായി അംഗീകരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സ്വഹാബത്ത്, അഇമ്മത്തുകൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ ഇവര് പഠിപ്പിച്ച ആ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം, ആ പാരമ്പര്യ വിശ്വാസത്തെ അംഗീകരിക്കുന്നവരെ മാത്രമേ ഒരു മഹല്ല് കമ്മിറ്റിയിലേക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഇന്ന് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ, ഉദ്ഘാടന പ്രസംഗത്തിൽ വന്യരായ സയ്യിദ് അവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തി അല്ലേ? കമ്മിറ്റിയിൽ ആരാ കയറി വരുന്നത്? കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളൊക്കെ മുശ്രിക്കുകൾ. അവർ മൗലൂദ് ചൊല്ലിയ മൗലൂദ് ശിർക്ക്, അവർ നടത്തിയ ഇസ്തിഗാസ ശിർക്ക്, അവർ നടത്തിയിരിക്കുന്ന തവസ്സുൽ ശിർക്ക്. ഇവന്റെ ഭാഷയിൽ ഇവന്റെ സ്വന്തം വാപ്പ അടക്കം മുശ്രിക്ക്, നരകത്തിന്റെ അടിമ. ആകെ സ്വർഗത്തിൽ പാരയുള്ളൂ. ആലോചിച്ചു, സ്വർഗത്തിന്റെ വിശാലത എത്രയാ? 60 സമാവാത്തും അല്ലാർന്നു.
ആകാശവും ഭൂമിയും എല്ലാം കൂടിയതിനേക്കാളും വലിപ്പമുള്ള ഒരു ലോകാണേത്? സ്വർഗം അല്ലെ? ആ വലിയൊരു സ്വർഗത്തിന് പാക ആരാ ഉണ്ടാകുക എന്ന് ചോദിച്ചാല് ഭൂരിപക്ഷം വരുന്ന 93.4% വരുന്ന സുന്നികൾ മുഴുവനും മുശ്രിക്ക്. ആകെ വരുന്ന 3% സ്ഥലത്തിൽ കൊള്ളാൻ മാത്രം ഇല്ലാത്ത ഈ 4 ആളെ ഇപ്പൊ എവിടെ ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് വലിയൊരു പുരന്റെ അകത്ത് 4 ആള് പോയി കുത്തുക, കാണാൻ എന്തൊരു പോലെ ഉണ്ടാവും? അപ്പൊ അത് വലിയൊരു പുരന്റെ അകത്ത് 4 ആള് കുത്തുന്ന എവിടെയും കാണാനുണ്ടാവോ? അപ്പൊ ഇവരുടെ വാദം അനുസരിച്ച് കഴിഞ്ഞു പോയവരൊക്കെ മുശ്രിക്ക്. ഒരു മൗലൂദ് ചൊല്ലിയവരാണ്, ചൊല്ലൽ സുർക്ക്. അവര് റാത്തീബ് ചൊല്ലിയവരാണ്, ചൊല്ലൽ സുർക്ക്. അവര് ഖുതുബിയ്യത്ത് ചൊല്ലിയവരാണ്, ചൊല്ലൽ സുർക്ക്. അവർ തവസ്സുൽ നടത്തിയവരാണ്, ഇസ്തിഗാസ നടത്തിയവരാണ്. അതൊക്കെ ചെയ്തത് ശിർക്ക്. ഈ ശിർക്ക് ചെയ്ത ആൾക്കാരാണ് മുശ്രിക്ക്. മുശ്രിക്ക് എവിടെയാണ്? നരകത്തിൽ അല്ലേ? ഇനി പാകം ഇസ്ലാമിനെ ആര് കൊണ്ടുവരണോ? ഇവര് 450 മുസ്ലിമീങ്ങളുള്ള ഒരു നാട്. എത്രയാ വഹാബികളുള്ളത്? 3 എണ്ണം. എത്രയാ ജമാഅത്ത് ഇസ്ലാമിയുള്ളത്? 2 എണ്ണം. ഞാനത് വെറുതെ പറഞ്ഞല്ല. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ ഇസ്ലാമിന്റെ പ്രാതിനിധ്യം വിളിച്ചോതുന്ന സംഘടനയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഉണ്ടോന്നറിയില്ല. അത്യാവശ്യം കഷായത്തിൽ കൂട്ടാനൊക്കെ ഉണ്ടോ? അങ്ങനെയാണല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു 50ാം വാർഷിക പതിപ്പ് ഇറക്കിയിരുന്നത് 1992. ഏത് കൊല്ലത്തിൽ? 1992. ആ 1992 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അവരുടെ ആധികാരിക പ്രസിദ്ധീകരണമായി പ്രസിദ്ധീകരിച്ച 50ാം വാർഷിക പതിപ്പ്. ആ 50ാം വാർഷിക പതിപ്പിൽ 50 കൊല്ലം അവർ ചെയ്ത സേവനത്തിന്റെ നേട്ടം എണ്ണീട്ടുണ്ട്. ആ നേട്ടത്തിൽ എന്തായാലും അറിയോ? 50 കൊല്ലക്കാലം അവർ ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ട് അവരുടെ ഔദ്യോഗിക മെമ്പർമാരായി ഓൽക്ക് കിട്ടിയത് 2000 ചില്ലറ ആളുകളാണ്. പോലെ വളർച്ചയുടെ കൽപ്പങ്ങൾ ആലോചിച്ചു. പോലെ ഔദ്യോഗിക മെമ്പർമാർ. അവരുടെ പ്രവർത്തകന്മാരായി അവർക്ക് കിട്ടിയിരിക്കുന്നത് 1,00,000 താഴെ 99,000 ചില്ലറ മെമ്പർമാർ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ അടക്കം. ആകെ ഓൽക്ക് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കിട്ടിയ മഹല്ല് 1, കണ്ണൂർ ജില്ലയിൽ കിട്ടിയത് 4. എത്ര കൊല്ലം പണിയെടുത്തിട്ട്? 50. ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ കാര്യം 50 കൊല്ലം. മുജാഹിദ് ഏകദേശം അത്രയിലായിട്ടുള്ളല്ലേ കേരളത്തിൽ വന്നിട്ട്? കർണാടകത്തിലൊക്കെ വരാൻ അത്രയായിരുന്നു. അപ്പൊ ഇവരാകെ കശാറ്റി കൂട്ടുന്ന 10 ആള് സ്വർഗത്തിലും ആകാശവും ഭൂമിയെല്ലാം കൂടി അത്രയും വലുപ്പമുള്ള സ്വർഗം എങ്ങനെ കാര്യമായിട്ട് നിന്നാല് പഴയ ബസ് സ്റ്റാൻഡ് മാറ്റിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് വന്നപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ പോയാൽ ഗതി എന്തായിരിക്കും? ഒരു ടൗണിൽ പഴയ ഒരു വലിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടുത്തെ മുനിസിപ്പാലിറ്റി പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് എല്ലാം എങ്ങോട്ടേക്ക് മാറ്റി? ഇങ്ങോട്ടേക്ക്. അപ്പൊ ആ പഴയ ബസ് സ്റ്റാൻഡിൽ പോയാലുള്ള കാര്യം അവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ഉണ്ടാകുക സ്വർഗം. ആര് പറഞ്ഞാല് ഇവര് പോയാൽ ബാക്കി എല്ലാവരും നരകത്തിലുണ്ടാകും. ഇങ്ങനെ പൂർവികരായ മുഅ്മിനീങ്ങളെ മുശ്രിക്കാക്കുന്ന, പൂർവികരായ മുഅ്മിനീങ്ങളെ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തെറിയുന്ന ഈ ആശയം വെച്ച് പുലർത്തുന്നവരാണ് എവിടെ വരുന്നത്? ഒരു സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്ന മഹല്ലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്, ഖജാൻജി സ്ഥാനത്തേക്ക് വരുന്നത്, സെക്രട്ടറി സ്ഥാനത്തേക്ക്. എന്താ അയാൾക്ക് ആകെ നമ്മൾ കാണുന്ന പോണോ? അയാൾക്ക് കുറച്ച് ചില്ലറുണ്ട്. അല്ലെങ്കിൽ അയാൾ ഇട്ട ഡ്രസ്സ് കുറച്ച് കാണാൻ 4 ആൾ കാണുമ്പോൾ എണീറ്റിരിക്കുന്ന സ്റ്റേജ് കുറച്ച് മോഡിഫൈ ചെയ്ത ഡ്രസ്സാണ്. അല്ലെങ്കിൽ 4 ആളെ മുമ്പിൽ 2 വർത്താനം പറയാൻ കഴിവുള്ള ആളാണ്. ഈ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ. മോനെ, ഖുർആൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ അതല്ല കേട്ടോ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. യഥാർത്ഥ തൗഹീദ്, ആ പാരമ്പര്യ തൗഹീദിന്റെ വിശ്വാസം അംഗീകരിക്കുന്നവർ, അവർക്കേ ഒരു പള്ളി പരിപാലിക്കാനുള്ള അധികാരമുള്ളൂ. രണ്ടാമത് പറഞ്ഞു വൽ യൗമിൽ ആഖിർ, ലോകാവസാനത്തിൽ വിശ്വാസം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചെയ്യുന്ന പണിക്കൊക്കെ മറ്റൊരു ലോകത്ത് കണക്ക് പറയേണ്ടവരാണ്, എന്നാലേ കമ്മിറ്റിന്റെ കണക്ക് ശരിയായിട്ടുണ്ടാവുള്ളൂ. ആഖിറത്തിൽ കണക്ക് പറയണമെന്ന് പേടിയില്ലാത്ത ആൾക്ക് കമ്മിറ്റിന്റെ കണക്ക് ഒരിക്കലും എന്തായിരിക്കില്ല, റെഡിയാവൂല. റൂസ് നടത്തിയിട്ടുണ്ട്. 20 ലക്ഷം റുപ്യ വരവ്, 21 ലക്ഷം റുപ്യ ചെലവ്, ബാക്കി ലക്ഷം എങ്ങോട്ട് പോയിട്ടുണ്ടാവും അല്ലേ? പല സ്ഥലങ്ങളിൽ നടക്കുന്ന അവസ്ഥ അങ്ങനല്ലേ? ചില മഖാമൊക്കെയുള്ള സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് വരുന്ന കോടിക്ക് കണക്കുണ്ടാവില്ല. പക്ഷെ അവിടെ എന്തെങ്കിലും എന്ന് വെച്ചാൽ വൃത്തിയുള്ളൊരു പള്ളി പോലും അവിടെ ഉണ്ടാവില്ല. ഈ പൈസ അങ്ങോട്ട് പോകുന്നു. ആലോചിക്കണം. മഹാരഥന്മാരായ ഔലിയാക്കളിലേക്കും സാലിഹീങ്ങളിലേക്കും ജനങ്ങൾ ആശ്രയിക്കുന്നത് അവരുടെ ആത്മീയത കൊണ്ടാണ്. ആ ആത്മീയതയുടെ പേരിൽ അവർക്ക് ലഭ്യമാകുന്ന അനുഗ്രഹത്തിന് നന്ദിയായിട്ട് കൊടുക്കുന്ന നേർച്ചകളും സംഭാവനകളും അത് ഇസ്ലാമിക പുരോഗതിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അത് മരക്കച്ചവടത്തിന് പോകേണ്ടതല്ല.
അത് അടക്കാ കച്ചവടത്തിന് പോകേണ്ടതല്ല, അത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ആ രീതിയിൽ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ ആർക്കേ സാധിക്കുള്ളൂ? ഈ ഉത്തരവാദപ്പെട്ട പോസ്റ്റിൽ നിൽക്കുന്ന ആള് പടച്ചോനെ ദുനിയാവ് നശ്വരാണ്, എപ്പോഴാണ് ഇവിടുന്ന് പോകാന്നറിയില്ല. ഇപ്പൊ നേരത്തെ തന്നെ അവിടെ നമ്മുടെ വിത്തൂർ ഉസ്മാനാജി ഹോസ്പിറ്റലാണ് പറഞ്ഞത്, അല്ലാഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സജീവ സുഹൃത്ത് കാസർഗോഡ് ജാമിയ സഅദിയുടെ സന്തതിയുമായിരുന്ന മാടിയൂര് മുഹമ്മദ് സഅദി മിനിഞ്ഞാത് സഅദിയുടെ ഒരു കളക്ഷന് പോകാൻ വേണ്ടിയിട്ട് സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലൂടെ ഒരാൾ ഓടിയപ്പോ ബ്രേക്ക് ചെയ്തു, അങ്ങനെ വീണു, തലയടിച്ചു. ഇപ്പോൾ മംഗലാപുരം ഹോസ്പിറ്റലാണ്. ഇന്നലെ വലിയ പ്രയാസത്തിലായിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു, ഇന്ന് ചെറിയൊരു ആശ്വാസമുണ്ട് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന്റെ ആ പ്രയാസകരമായ അവസ്ഥക്ക് എളുപ്പത്തിൽ ശിഫ നൽകുമാറാകട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് നീ എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. പഴയതിനേക്കാൾ ആഫിയത്തോടെ സന്തോഷത്തോടെ ഞങ്ങളോടൊന്നിച്ച് വരാനും അല്ലാഹുവേ നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുമുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നീ വസാരം ചെയ്തു കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരിപൂർണ്ണ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും നീ പരിപൂർണ്ണ കാവൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മനുഷ്യന്റെ കഥ അങ്ങനെ എവിടെ എത്രയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനൊരവസ്ഥ വരുമ്പോ ഒരു പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് മരിച്ചുപോയതെങ്കിൽ അയാളുടെ കണക്ക് അയാൾ പറയണ്ട, അയാളിരിക്കുന്ന ഓഫീസ് പറയാൻ സാധിക്കണം. അയാളിരിക്കുന്ന ഓഫീസിന് അയാളുടെ കണക്ക് പറയാൻ സാധിക്കണം. അത്രയും സുതാര്യമായ രീതിയിൽ വിഷയം കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ ഈ വരുന്ന ഉത്തരവാദപ്പെട്ട ആളായിരിക്കണം, ആഖിറത്തെ പേടിക്കുന്നവൻ ആകണം. പോരാ, അങ്ങനത്തെ ഒരു ആഖിറത്തിന്റെ പേടിയുള്ളവന് മാത്രമേ യഥാർത്ഥത്തിലുള്ള ചിന്ത വരുള്ളൂ. പടച്ചോനെ, ഞാൻ പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, ഞാൻ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, ഞാൻ ഈ പള്ളിയുടെ മെഹ്റാബിന്റെ അരികിൽ ഇരിക്കുന്ന ഖതീബാണ്, ഞാൻ ഈ ഇരിക്കുന്ന മെഹ്റാബിന്റെ പഴയകാല മഹാന്മാര് ഇസ്ലാമിന്റെ ഭരണപ്രഖ്യാപനം നടത്തിയ സ്ഥലമാണ്, ഹക്ക് തുറന്നു പറഞ്ഞ സ്ഥലമാണ്, സത്യം വെട്ടി തുറന്നു പറഞ്ഞ സ്ഥലമാണ്, ജനങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ദീനിന്റെ അഖിലുകാരാക്കി കൊണ്ടുവരാൻ വളരെ ബുദ്ധിപരമായി ഹിക്മത്തിലൂടെ പ്രവർത്തിച്ച കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിലിരിക്കുന്ന ഞാൻ എന്തോ ചെറിയൊരു പേടി മനസ്സിൽ വെച്ചിട്ട് സമൂഹത്തിലുണ്ടാകുന്ന തിന്മകൾക്കെതിരെ പ്രതിരോധിക്കാതെ പ്രതികരിക്കാതെ മൗനിയായി ഒരു റബ്ബർ സ്റ്റാമ്പായിരുന്നാൽ എന്റെ പൂർവീകന്മാരായ ഉലമാക്കളും എന്റെ പൂർവീകന്മാരായ ഔലിയാക്കളും സാലിഹീങ്ങളും അവര് കണക്ക് പറയുന്ന കോടതിയിൽ ഞാനും കണക്ക് പറയേണ്ടവനാണ്. എന്റെ കണക്ക് പറച്ചിൽ വലിയ നഷ്ടത്തിലായി പോകുമെന്ന ഭീതി നമ്മുടെ ഖൽബിൽ വേണമെങ്കിൽ ആഖിറത്തിലേക്ക് പോകേണ്ടവരാണെന്ന ചിന്ത വേണം. എന്റെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ മദ്യപാനിയായി മാറിയാൽ അതിന്റെ ഉത്തരവാദി ഞാനാണെന്നൊരു ഖതീബിന് തോന്നണമെങ്കിൽ, ഒരു പള്ളി കമ്മിറ്റി പ്രസിഡന്റിന് തോന്നണമെങ്കിൽ, ഒരു സെക്രട്ടറിക്ക് തോന്നണമെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ കോടതിയിലുള്ള ഹിസാബിനെ പറ്റിയുള്ള പേടി വേണം. നമ്മളിപ്പോ കാര്യമായിട്ടൊരു രാവിലെ എന്താ, ഒരാൾ വന്നിട്ട് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ഒരു മെമ്പർ വന്നിട്ട്, ഉസ്താദ് നിങ്ങൾ രസറിയോ, നമ്മൾ ഇന്നാളെ മൂന്നില് ഇന്നലെ രാത്രി വെള്ളമടിച്ചിട്ട് റോഡ് മേൽ ഇങ്ങനെ കുത്തി തെരഞ്ഞ് നടക്കുകയായിരുന്നു. ഈ ചെറിയോന്റെ മനസ്സിൽ ഒരു ബേജാറുണ്ട്, വെള്ളമടിച്ചാലും പടച്ചോനെ പള്ളിയിൽ ഉസ്താദ് അറിയരുത് എന്നുള്ളൊരു ബേജാർ ആരെത്തുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരന്റെ ഓൻ എന്ത് കുടിയനായാലും ഉസ്താദിന് മുമ്പിൽ വളരെ മാന്യനായിരുന്നു. ഉസ്താദ് അങ്ങ് കേട്ട വാട് തൊട്ടടുത്ത വെള്ളിയാഴ്ച സുബ്ഹാനല്ലാഹ് ഒരു പൊടിമാറിയ ബാബ്, പൊടിപാറ്റലിൽ വെറും ഓ മാത്രമല്ല പാറിപ്പോയത്, പള്ളി കയറുന്നവനും കൂടെ തീർച്ച വരുന്നുണ്ട്. പിന്നെ ഓരോ അമ്മ ഇല്ലാറുള്ള പള്ളിയിലേക്ക് എന്താവൂല. നമ്മളെ പറ്റി എന്താ പറയുന്ന പുറത്തുള്ള ഉലമാരെ പറ്റിയെന്ന് വിചാരിച്ചോളി. പ്രബോധകന്മാർ പ്രബോധിത വിഭാഗത്തിലേക്ക് ശാസ്ത്രീയമായി ഇടപെടാൻ പഠിക്കണം. കിതാബി കണ്ടതൊക്കെ അടിച്ചു പൊളിച്ചത് ഫത്ഹാക്കാന്നുള്ളതല്ല ഒരു പ്രബോധകൻ. സമയം, സന്ദർഭം, വ്യക്തി, സമൂഹം, സാഹചര്യം അത് വിലയിരുത്തിക്കൊണ്ട് ആശയം കൈമാറാൻ ആർക്ക് സാധിക്കണം? ഒരു പ്രബോധകന് ഞെട്ടിക്കേണ്ടത് ഞെട്ടിക്കണം, സ്ലോ ആവേണ്ടടുത്ത് പരിഗണിക്കേണ്ടവരെ പരിഗണിക്കണം. ഖദറനുസരിച്ച് അൻസിലിന്നാസ മനാസിലഹും. നാട്ടിൽ വലിയൊരു ഉസ്താദ്, പള്ളിയിലെ ഖതീബ് ഞാനാണ്. ആ നാട്ടിലെ ഉസ്താദിന് ജനങ്ങൾക്കിടയിലൊക്കെ അംഗീകാരമുണ്ട്. അയാളേക്ക് ഒരു കുറ്റം കണ്ടു, ഞാൻ വെള്ളിയാഴ്ച എണീച്ചിട്ട് അയാൾക്കെതിരെ പ്രസംഗിക്കാൻ പാടില്ല. ആടെ നമ്മൾ ചെയ്യേണ്ടത്, അയാളും ആലിമാണ് ഞാനും ആലിം, നമ്മളൊരു സന്ധിയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക. ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയല്ലേ നല്ലത്. എന്നിട്ട് അയാൾ ഹക്കിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ആർക്കെതിരെ പ്രതികരിക്കാൻ പാടുള്ളൂ, അയാൾക്കെതിരെ. അല്ലാതിരുന്നാൽ നമ്മൾ പറയുന്നത് ഹക്ക് തന്നെയായിരിക്കും, പക്ഷേ മറ്റേ ആളോട് സമൂഹത്തിനുള്ള അംഗീകാരം നമ്മൾ പറയുന്ന ഹക്കിനെ തെറിപ്പിച്ചാണ്. ഹക്കും ബാത്തിലിനല്ലല്ലോ ഇന്ന് വില തന്നെ.
ഇന്ന് നേരെ വേണമെന്ന് പറയുന്ന മൊയിലാർ ആരും വിളിക്കൂല. അതേസമയം രണ്ട് ചീത്ത പറയുന്ന മൊയിലാറുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വീകരണം. നിങ്ങളാലോചിച്ചു, നല്ല വേദം പറഞ്ഞു കൊടുക്കുന്ന ഉസ്താദ്മാരുണ്ടെങ്കിൽ ഓരോ ജനങ്ങൾക്ക് അധിക സ്ഥലത്ത് ഒന്നും വേണ്ട. അതേ സ്ഥാനത്ത് തേരുമക്കരിയിട്ട് പുളിച്ച ചീത്ത പറയോ എന്നാ പിന്നെ അയാൾക്ക് ഭയങ്കര സ്വീകരണമാണ്. 101 വാഹനത്തിന്റെ അകമ്പടിയോടുകൂടെ സ്വീകരണം, 401 കാറിന്റെ അകമ്പടിയോടുകൂടെ അവസാനം അവഗണന ഉണ്ടാവും. അത് കുറെ കാലം ഉണ്ടാവൂല. പക്ഷെ പണ്ടത്തെ ആ നല്ല വേദം പറയുന്ന വേറെ എവിടെ തന്നെ ഉണ്ടാവും, ആ പള്ളിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. നമ്മൾ ഒരാളെ അംഗീകരിക്കുന്നത് ലക്ഷ്യാധിഷ്ഠിതമായ അംഗീകാരമാകണം. അപ്പൊ ഒരു നാട്ടിൽ ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ ആ മദ്യപാനിയെ മാറ്റിയെടുക്കേണ്ടത് പരസ്യമായ ഒരു വാതിലൂടെ ആകരുത്. ആ ചെറുപ്പക്കാരനെ വളരെ പേഴ്സണലായി സ്വാധീനിച്ച് അദ്ദേഹത്തെ കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് സംഗതി മാറ്റിയെടുക്കും. വളരെ ഹിക്മത്താണ്. ഞാൻ ചിലപ്പോ ഒക്കെ ചെയ്യാറ്. അങ്ങനെ ഒരാളെ പറ്റിയൊക്കെ തോന്നിയാൽ ഞാൻ ഉപയോഗിക്കുന്ന ഹിക്മത്ത് എന്താന്ന് പറഞ്ഞാൽ, നല്ല ഓനെ 2 ദിവസം എന്റെ വണ്ടി പിടിച്ചാണ് ഇടും. ഏടിയും ബാദിന് പോകുമ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് കൂട്ടും. ഒരു 3-4 ദിവസം ഒന്നായിട്ടിട്ട് കറക്കിയ ഓട്ടോമാറ്റിക്കായിട്ട് മൂപ്പരെന്താവും, എത്ര ദിവസത്തെ കുടി നിന്ന് കിട്ടി? 3 ദിവസത്തെ കുടി നിന്ന് കിട്ടി. ചിലപ്പോ ആ മാറ്റത്തിൽ ഓനെന്തായി പോവും. അങ്ങനെ ചില ആളെ കൂട്ടി വന്നപ്പോ എന്റെ നാട്ടുകാരായ ചില ആളുകളൊക്കെ കമ്പനി ഓനെന്തിനെ കള്ളുടിയും മാറ്റി കൂട്ടി നടക്കുന്നത് അങ്ങനെ വലിയ ആരോപണമായിട്ട് പോകും. ഇപ്പൊ ഞാൻ വെള്ളിയാഴ്ച ജുമാക്ക് ദിവസം പറഞ്ഞു, മോനെ ഓൻ കള്ളും കുടിക്കുന്നു, ഞാൻ വെള്ളവും കുടിക്കുന്നുണ്ട്, പേര് മാറിപ്പോയി എന്ന് മാത്രം, ഓൻ കുടിക്കുന്ന കൂടി നന്നാക്കല എന്റെ പണിയെന്ന് പറഞ്ഞു. രണ്ടാളും കുടിക്കുന്ന വെള്ളം തന്നെയാണ്, പക്ഷെ ഒരാൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കളറ് മാറ്റാനേ ഉള്ളൂ. അപ്പൊ ഓന്റെ കുടിക്കുന്ന വെള്ളത്തിന്റെ കളർ കൂടെ നന്നാക്കിയിട്ട് നമ്മളെന്താകുക, നന്നാക്കുക വേണ്ടത്. ഓനെ കുടിയനാന്ന് പറഞ്ഞിട്ട് എന്താക്കുകയല്ല വേണ്ടത്, അവഗണിക്കുകയല്ല വേണ്ടത്. സമൂഹത്തിൽ ഏത് തിന്മകൾ വളരുന്നോ അതിന്റെ പാശ്ചാത്തലങ്ങളെ കണ്ടറിഞ്ഞ് ശാസ്ത്രീയമായി ഇടപെടാൻ ആർക്ക് സാധിക്കണം? ഒരു പണ്ഡിതന്. അങ്ങനെ ഒരു ശ്രമം വരുമ്പോ കമ്മിറ്റിക്കാർ ആമന്ന സല്ലംന വതഅന, എന്റെ ഉസ്താദ് പറയുന്നത് ഹക്കാണ്, ഞാൻ അതിന് എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് ഉറപ്പോടെ കമ്മിറ്റിക്കാർ ഉസ്താദിന്റെ പിന്നാലാണ് നിന്നോടുത്താ ഏത് പറവറക്കണ പോക്കിനും പിന്നെ നാട്ടിലെന്താവൂല, അനങ്ങൂല. ഇപ്പൊ നാട്ടിലുള്ള കുരുത്തം കെട്ട ആൾക്കൊരു തോന്നലുണ്ട്, എന്താ അതാവശ്യം വന്നാൽ കമ്മിറ്റിയുള്ള 10 ആളോ ആർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ, നമുക്ക് വാങ്ങാൻ. അപ്പോ നേരെ 2 ഗ്രൂപ്പാക്കും, പ്രശ്നമായി. അങ്ങനെ അവസാനം കൂടി ഗതിമുട്ടി. അപ്പൊ കമ്മിറ്റിയിൽ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ചാളുണ്ടോ, ഓരോ മസ്ലഹത്തിന്റെ ഫോർമുലയായിട്ട് വന്നു. എന്താ ഉസ്താദേ, നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, എന്തേ ഈ കൗമ് ഖിയാമത്ത് നാൾ വരെ നന്നാവില്ല. കാരണം നമ്മളെ സ്നേഹിക്കുന്ന ആള് നമുക്ക് വരുന്നൊരു ഉപദേശം, ഈ കൗമ് ഖിയാമത്ത് നാൾ വരെ നന്നാവില്ല. ഇങ്ങക്ക് ഏറ്റവും നല്ല എന്തിരി പിരാന്ത് പോയിരുന്നു, വേറെ പറ്റിയടിയും സെന്റ് കണ്ടുപോയി, നിങ്ങൾ എങ്ങനെ കിട്ടുന്നു? നമ്മൾ വല്ല പള്ളിനെ ഇങ്ങോട്ട് മാറി വേറൊരാളുടെ വന്നു, നാട്ടുകാർ രണ്ടും ഒന്നായി, പള്ളിയിലെ മൊയിലാറ് പിന്നെ എന്തായി, ഒറ്റക്കായി. ഇനി അടുത്തൊരു കുഴപ്പം വന്നിട്ട് ഈ മൊയിലാറ് പിരിഞ്ഞു പോകുമ്പോൾ കമ്മിറ്റി അങ്ങനെ തന്നെ ഉണ്ടാകുക, 2 ഗ്രൂപ്പ്, ഒന്ന് സപ്പോർട്ടും ഒന്ന് എതിർത്തും. സപ്പോർട്ടുള്ള ആള് നല്ല വേളം പറഞ്ഞിട്ട് ആരെ നാട്ടിലേക്കാക്കും, ഉസ്താദിന നാട്ടിലേക്കാക്കും. ഇതിങ്ങനെ ഏങ്കർമ്മ പുറത്തുന്ന ഒരു കുപ്പായം പോലെയായിട്ട് ഏത് മാറാൻ പാടില്ല, ആലിമ്യങ്ങൾ മാറാൻ പാടില്ല. അപ്പൊ അവസരോചിതമായി ഇടപെട്ട് സമൂഹത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ഒരധികാരമുള്ള സഭയായി മഹല്ല് കമ്മിറ്റിയും അതുപോലെ തന്നെ പള്ളിയുടെ മിഹ്റാബിലുള്ള പോസ്റ്റും മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഇസ്ലാമിക പ്രവർത്തനം. അപ്പം ഇസ്ലാമിക പ്രബോധനമാക്കുക. നിങ്ങൾ കേട്ടില്ലേ പഴയ കാലത്തൊരു മഹല്ല് കമ്മിറ്റിയുടെ പവർ? എന്റെ നാട്ടിലൊക്കെ പഴയ കാലത്തൊരു സംവിധാനമുണ്ട്. എന്താണെന്നറിയോ, ഇമാമത്ത് വണമ്പിക്കാന്നൊരു പരിപാടി ഇപ്പൊ എല്ലാവരും ഉണ്ട് കർണാടകത്തില് അല്ലേ? റമദാനിൽ ഉസ്താദിന് ശമ്പളം കൂടാണ്ട് സ്പെഷ്യൽ പൈസ കൊടുക്കുന്നതിന് ഇവിടെ അങ്ങനെ കൊടുക്കലുണ്ടാവില്ല അല്ലേ? പിന്നെ അത് കേട്ടിട്ട് നിങ്ങൾ എല്ലാവരും കേരളത്തിലേക്ക് വന്നേക്കട്ടെ, ഇവിടെ ആരും ഇല്ലാണ്ടായി ഇപ്പോ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പള്ളിയിൽ ഉസ്താദുമാര് അവർക്ക് സാധാരണ കൊടുക്കുന്ന പോലെ വേതനത്തിനോടനുബന്ധിച്ച് റമദാനിൽ മുഅ്മിനീങ്ങളൊക്കെ കൂടി പോലെ കൊണ്ട് കഴിയുന്ന ഒരു നല്ലൊരു സംഖ്യ ഒക്കെ പിരിച്ച് ആർക്ക് കൊടുക്കും? ഉസ്താദിന്. ഇവിടെ ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് എന്താണ് നടപ്പിൽ വരുത്താൻ വേണ്ടത്, അല്ലാണ്ട് എഴുതുന്ന രാജ്യത്ത് അപ്പുറത്തേക്ക് പോകല്ലേ വേണ്ടത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഈ കൊടുക്കുന്ന ഒരു സംവിധാനത്തോടൊപ്പം ഞങ്ങളുടെ നായരി ഇമാമത്തെന്നാ പറയുന്നത്, സാധിക്കും ഉസ്താദിനൊക്കെ കൊടുക്കും. രണ്ടാമത്തെ പണപ്പിരിവിട്ട് അതിന്റെ പേര് ഒസ്താം പണം എന്നാ പറയുന്നത്, ഈ ബാർബർമാർക്ക് കൊടുക്കുന്നത്. അത് എന്തിനാ സത്യം? ഞാൻ ഒരു ദിവസം അമ്മോനാണ് സാധിക്കും, ഞാൻ കാരനോട് പറഞ്ഞാൽ ഇതിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങനെ 10,000 പണം പിരിക്കുന്നതിനാന്ന് ചോദിച്ചു. അപ്പൊ പിന്നെയാണ് അതിന്റെ യഥാർത്ഥം എനിക്ക് ബോധ്യപ്പെടും. അന്നത്തെ ഈ ഭരണത്തിന്റെ സംവിധാനം എന്താണെന്നറിയാം? ഒരു നാട്ടിൽ ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ രോഗിയായി രോഗശയ്യയിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് താടി ഒപ്പിക്കണം, മുടി വെട്ടണം എന്നൊക്കെ അല്ലേ, നഖം മുറിക്കണം എന്നൊക്കെ സുന്നത്താണ്. എന്നാൽ രോഗിയായി തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്
ഈ സുന്നത്തെടുക്കാൻ ബാർബർ ഷോപ്പിൽ പോകാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഈ സുഹൃത്ത് എവിടെ ചെന്നിട്ട് ആ സുന്നത്ത് ചെയ്തു കൊടുക്കണം? വീട്ടിൽ ചെന്ന് അദ്ദേഹം ചെയ്തു കൊടുക്കണോ? അത് അന്നത്തെ കമ്മിറ്റിയുടെ ഭരണഘടനയാണ്.